കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂളിൽ നിന്നും വിട പറഞ്ഞുവെങ്കിലും സുബൈർ സാറ് ഇപ്പോഴും സ്കൂളിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഈ സ്കൂൾ കലാമേളകൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സഹായിയായി ഓടി നടക്കുകയാണ്. അന്ന് ഔദ്യോഗികമായിരുന്നെങ്കിൽ ഇന്ന് അനൗദ്യോഗികമായി തന്നെയാണ് സുബൈർ സാറ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിലും സേവനമനുഷ്ഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാറ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിലേക്കൊക്കെ ഓടിയെത്തുന്നത്? 17 വർഷക്കാലമായി ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം അതുപോലെ തന്നെ മട്ടാഞ്ചേരി സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഈ കലകളിൽ പങ്കെടുക്കുന്ന ഒരു അധ്യാപകനാണ്. കൂടാതെ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളെ എന്ന് വന്ന് ഞാൻ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വരുന്ന ഈ 4 ദിവസം ഈ കുട്ടികളോടും അതുപോലെ അധ്യാപകരോടും രക്ഷിതാക്കളോടും നല്ല കൂട്ടായിട്ട് ഞാൻ നടന്നില്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഇവിടെ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാ വർഷവും ഇവിടെ വരണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണം. വിദ്യാലയങ്ങൾക്ക് എന്തെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എല്ലാ വിദ്യാലയങ്ങൾക്കും ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ വർഷം എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയിലേക്ക് ഒരുപാട് ഐറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടാഞ്ചേരി സബ് ജില്ല ഫസ്റ്റ് കിട്ടി ജില്ലയിൽ നിന്ന് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സുബൈർ സാർ ഈ പ്രാവശ്യവും ട്രോഫി കമ്മിറ്റിക്ക് 2 ട്രോഫികൾ അറബിക് കലോത്സവത്തിന് വേണ്ടിയിട്ട് നൽകിയെന്ന് പറഞ്ഞു. അറബിക് കലോത്സവം തന്നെയല്ല, സംസ്കൃതം കലോത്സവത്തിനും അറബിക് കലോത്സവത്തിനും എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ഇപ്രാവശ്യവും അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പായസവും പല വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഭക്ഷണ കമ്മിറ്റി ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണ കമ്മിറ്റി പോകുന്നത്, അപ്പോൾ അവർക്കും ഐസ്ക്രീം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അറിയാലോ, വേറെ ഒന്നുമല്ല, നമുക്ക് കുട്ടികളുടെ ഇഷ്ടമാണല്ലോ, അവരുടെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. കുട്ടികളോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു സുബൈർ സാറ്. ഒപ്പം തന്നെ പ്രകൃതിയോട് ചേർന്നുകൊണ്ട് കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു. അത്തരത്തിൽ തന്നെ വീണ്ടും തുടർന്നു പോവുകയാണ്. തൻ്റെ ശിഷ്ടജീവിതവും ഈ രീതിയിൽ തന്നെ തുടർന്നു പോകുവാനായിട്ട് സുബൈർ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ വിജയികളാകുന്നവരെ കാത്തുകൊണ്ട് വളരെ മനോഹരമായ ട്രോഫികൾ ഇവിടെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രോഫി കമ്മിറ്റി ഭാരവാഹികൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി ഇന്നു മുതൽ ഈ ട്രോഫികൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ചടങ്ങുകളാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അതിമനോഹരമായ ട്രോഫികളാണ്, അത് വളരെ നല്ല രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രോഫി വിഭാഗത്തിൻ്റെ കൺവീനർ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ? വളരെ ഭംഗിയായി തന്നെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് ഈ 3 ദിവസമായിട്ട് ഞങ്ങൾ നടത്തി വരുന്നത്. നമ്മുടെ ട്രോഫികൾ, ഓവറോൾ പോയ ട്രോഫികളെല്ലാം റിട്ടേൺ വന്നു. അതിന് വേണ്ടുന്നതായ മിനുക്ക് പണികളെല്ലാം നടത്തി കഴിഞ്ഞു. നമ്മളെ ഇൻഡിവിജ്വൽ ഐറ്റംസ് 268 ഇൻഡിവിജ്വൽ ഐറ്റത്തിനുള്ള ട്രോഫികളും റെഡിയായി കഴിഞ്ഞു. ഓവറോൾ 18 ട്രോഫികളാണ് LP തൊട്ട് HSS വരെയുള്ള സ്കൂളുകളിൽ നമ്മൾ നൽകുന്നത്. അതിനുള്ള ട്രോഫികളും ഗ്രൂപ്പ് ഐറ്റത്തിന് 80 ഇനങ്ങളിലുള്ള ഗ്രൂപ്പ് ഇനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിനുള്ള ട്രോഫികളും റെഡിയായി കഴിഞ്ഞു. ഇന്ന് ഉച്ച മുതൽ ട്രോഫി വിതരണം ആരംഭിക്കുന്നതാണ്. പുതിയ ട്രോഫികൾ ഏതെങ്കിലും ഈ പ്രാവശ്യം വന്നോ? വന്നിട്ടുണ്ട്. നമുക്ക് അറബിയുടെയും സംസ്കൃതത്തിൻ്റെയും ഓവറോള് 2 ട്രോഫികൾ സുബൈർ മാഷ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ഈ വർഷം ഇന്ന് സാറ് രാവിലെ തന്നെ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നൽകി. ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ മനോഹരമായി പോകുമ്പോൾ കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ അവരെല്ലാവരും ഇതിന് സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സാർ, എന്ത് പറയുന്നു, ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ പോവുകയാണ്. നമുക്ക് 280ഓളം ഇൻഡിവിജ്വൽ കുട്ടികൾക്കുള്ള 1ാം സമ്മാനത്തിന് അർഹരായ കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ ട്രോഫികൾ റെഡിയായി കഴിഞ്ഞു. അത് നമ്മൾ എല്ലാ കുട്ടികൾക്ക് പേഴ്സണലായിട്ട് കൊടുത്തുവിടും. ഗ്രൂപ്പ് ഇനങ്ങളിലാണ് നമ്മൾ ഓവറോൾ ട്രോഫികൾ വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ ഓവറോൾ ട്രോഫികൾ പ്രത്യേകമായിട്ട് LP സെക്ഷനിൽ അറബി വരുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതം UP ഹൈസ്കൂൾ വരുന്നുണ്ട്. LP സെക്ഷൻ അറബി തന്നെ LP UP ഹൈസ്കൂൾ, അങ്ങനെ വിവിധ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഓവറോൾ ട്രോഫികൾ നമ്മൾ സമാപന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഓവറോൾ ട്രോഫികളെല്ലാം വിതരണം ചെയ്യുന്നത്. മറ്റെല്ലാ ഇൻഡിവിജ്വൽ ട്രോഫികളും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഇനങ്ങൾക്കുള്ള ട്രോഫികൾ നമ്മൾ ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി വിതരണം ചെയ്യാമെന്ന് കരുതുന്നു. എല്ലാം നമ്മൾ സജ്ജമായി ഇരിക്കുകയാണ്.
നമുക്ക് അതിനുള്ളൊരു അറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മളത് വിതരണം ചെയ്യുന്നതായിരിക്കും. സ്കൂൾ കലോത്സവ വേദിയിലെ ഒരു പ്രതിഭയെ നമുക്ക് പരിചയപ്പെടാം. സ്കിറ്റ് ഉൾപ്പെടെ 5 മത്സര ഇനങ്ങളിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഫോർട്ട് കൊച്ചി ഫാറ്റിമ ഹൈസ്കൂളിലെ ഈഷജ്ഞ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തുണ്ട് വിശേഷം? സുഖം. എന്തിനൊക്കെയാ സമ്മാനം നേടിയത്? മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരളനടനം, തിരുവാതിര, ഇംഗ്ലീഷ് സ്കിറ്റ്. എന്താണ് ഇതൊക്കെ ഇത്രയും കാര്യമായിട്ട് പഠിച്ചല്ലോ? അപ്പോൾ LKG തൊട്ട് പഠിക്കാൻ തുടങ്ങിയാണ് എല്ലാം. ഇതുവരെ നൃത്തത്തിൽ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. ആരാണ് ഈ നൃത്ത അധ്യാപിക? ആശാമോഹൻ. ആശാമോഹൻ. ഓക്കെ. അപ്പോൾ മിസ് എത്ര നാളായി പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട്? കുറെ നാളായി. ഞാൻ LKG തൊട്ട് മിസ്സിന്റെ അടുത്ത് തന്നെയാണ്. മിസ്സിന്റെ അടുത്ത് തന്നെ തുടർന്ന് ആശാമോഹൻ മിസ്സിന്റെ അടുത്ത് തന്നെയാണ് ഇത്രയും നാൾ അഭ്യസിച്ചത്. ജില്ലാ കലോത്സവത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന കലോത്സവത്തിലൊക്കെ പോയിട്ടുണ്ടോ? സംസ്ഥാനത്തിന് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാ വർഷവും ഇപ്പൊ അറിയാലോ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് പോണതെന്നൊക്കെ. ജില്ലയില് അങ്ങനെ ജില്ലാ മത്സരത്തിന് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ജില്ലാ കലോത്സവം 7th വെച്ച് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായി ജില്ലയില് മോഹിനിയാട്ടത്തിന്. പിന്നെ 8ാം ക്ലാസ്സിൽ വെച്ച് ജില്ലയിൽ പോയി. സ്കൂളിലെ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ എങ്ങനെയാണ് പ്രോത്സാഹനം? എല്ലാവരും സപ്പോർട്ടാണ്. നല്ലപോലെ സ്കൂളില് അമ്മ, അച്ഛൻ, മിസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എന്താണ് ഭാവിയിൽ ഈ ഒരു നൃത്തരംഗത്ത് തുടരാനായിട്ടുള്ള താല്പര്യമുണ്ടോ? ഉണ്ട്. എന്താണ്, ഏത് രീതിയിൽ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ക്ലാസിക്കൽ തന്നെയാണോ? അതെ. അപ്പോൾ മോൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. വലിയൊരു നർത്തകിയായിട്ട് വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഒരുപാട് നേരം മൊബൈൽ നോക്കിയിരുന്നാൽ നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും കൂട്ടുകാരെ? പ്രിയ കൂട്ടുകാരെ, മൊബൈൽ ഫോൺ ഒരു രണ്ടറ്റമുള്ള വാൾ പോലെയാണ്. അതനുസരിച്ചായിരിക്കും അതിന് ഫലം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: പഠന ആവശ്യങ്ങൾക്കോ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾക്കോ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. ഒരു ദിവസം എത്ര നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെന്ന് ക്രമമായി ഒരു സമയപരിധി വയ്ക്കൂ. മൊബൈൽ ഫോൺ മാറ്റിവെച്ച് കൂട്ടുകാരുമായി കളിക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും സമയം കണ്ടെത്തും. മൊബൈൽ ഫോൺ നമുക്ക് അറിവും സൗകര്യവും നൽകട്ടെ. മൊബൈൽ ഫോണിൻ്റെ അടിമകളാകാതിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി.